ഇന്ന് നമ്മൾ ഏജുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അശുസ് മദർ വാസ് 3 times ആസ് ഓൾഡ് ആസ് അശു 5 years ago. 5 വർഷം മുന്നേ അശുവിൻ്റെ അമ്മ അശുവിനേക്കാൾ 3 ഇരട്ടി പ്രായമുണ്ട്. ആഫ്റ്റർ 5 years ഷീ വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് അശു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ് അല്ല പറഞ്ഞത്, ഇതിന് ശേഷം 5 കൊല്ലം കഴിയുമ്പോൾ. അപ്പോൾ 5 വർഷം മുന്നേ 3 ഇരട്ടിയാണ് വയസ്സ്. ഇപ്പോഴത്തെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആഫ്റ്റർ 5 years ഷീ വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് അശു എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 2 ഇരട്ടിയാവും. ഹൗ ഓൾഡ് ഈസ് അശു ടുഡേ? ഇപ്പോൾ എന്ത് പ്രായമുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഏജ് തന്നിട്ടില്ല, ഇപ്പോൾ ഉള്ള വയസ്സ് തന്നിട്ടില്ല. 5 വർഷം മുന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 5 വർഷത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. 5 വർഷം മുന്നേ ഉള്ള പ്രായം, അശുവിൻ്റെ പ്രായം നമ്മൾ എക്സ് എടുക്കുന്നു. 5 വർഷം മുന്നെയാണ്, 5 വർഷം മുന്നേ എക്സ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ മദറിൻ്റെ പ്രായം എന്തായിരിക്കും? അന്ന് എക്സ് ആണെങ്കിൽ അന്ന് 3 ഇരട്ടിയാണ്, 3 times ആണ്. അപ്പോൾ 3x ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഏജ് തന്നിട്ടില്ല, ഇനി 5 വർഷം കഴിഞ്ഞാലുള്ള കാര്യം തന്നിട്ടുണ്ട്. അപ്പോഴേക്ക് എത്ര വർഷം കൂടും? നമുക്കറിയാം 5 കൊല്ലം മുന്നത്തെ വയസ്സ് തന്നാൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടണമെങ്കിൽ 5 കൂട്ടേണ്ടി വരും, വേണ്ടേ? ഇനി അടുത്ത ഒരു 5 കൊല്ലം കൂടെ കഴിയണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 10 കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്, എക്സിനോടുകൂടി 10 വർഷം കൂട്ടുന്നു. അതേപോലെ അമ്മയുടെ വയസ്സിനോടുകൂടിയും 10 വർഷം കൂട്ടുന്നു, കാരണം 5 കൊല്ലം കഴിയണമല്ലോ. ഓക്കെ, ആ സമയത്ത് എത്ര ഇരട്ടിയാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ട്വൈസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സ് പ്ലസ് 10 ഇൻറ്റു 2 ഈക്വൽ ടു 3x പ്ലസ് 10. നമ്മളൊരു കാര്യം ചെയ്യുന്നു, 2 കൊണ്ട് ഓരോരോ സംഖ്യയെ ഗുണിക്കുന്നു. 2 കൊണ്ട് എക്സിനെ ഗുണിക്കണം, അപ്പോൾ 2x ആണ് കിട്ടുക. 2 കൊണ്ട് 10നെ ഗുണിക്കുന്നു, ദെൻ വി വിൽ ഗെറ്റ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 10. ഇനി നമ്മൾ എക്സുകളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എക്സിനെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അതേപോലെ 10നെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇവിടെ 2x ഇവിടുന്ന് പോയി കഴിഞ്ഞു, ബാക്കി 20 ആണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് നമ്മുടെ 10 വന്നിട്ടുണ്ട്, പക്ഷെ അത് മൈനസ് ആയിരിക്കും. ഈക്വൽ ടു അപ്പുറത്ത് 3x ഉണ്ട്, അങ്ങോട്ട് നമ്മുടെ 2x പോയിട്ടുണ്ട്, അപ്പോൾ 2x എന്നുള്ളത് മൈനസ് ആയിരിക്കും. ദെൻ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 10 എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, എക്സ് എന്ന് പറയുന്നത് 5 വർഷം മുന്നത്തെ കാര്യമാണ്, 5 years ago. 5 വർഷം മുന്നെയാണ് നമ്മൾ അശുവിൻ്റെ വയസ്സ് എക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 വർഷം മുന്നേ 10 ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഓൾഡ് ഈസ് അശു ടുഡേ? ഇന്ന് എത്ര വയസ്സാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 വർഷം മുന്നേ 10 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും? 15 years അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 5 years ago. 10 ആണ്, വഴിയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 5 years ago 10 ആണ്. അപ്പോൾ പ്രസൻറ്റ് ഏജ് 10 + 5, കാരണം 5 കൊല്ലം മുന്നേ ആണ് 10 വർഷം. അപ്പോൾ അതിനോടുകൂടി 5 കൂടെ കൂട്ടേണ്ടി വരും, അപ്പോൾ നമുക്ക് 15 ആണ് കിട്ടുക. അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓരോ ചോദ്യവും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ കംപ്ലീറ്റ് കാണുക, കിട്ടുമെങ്കിൽ നിങ്ങൾ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, ശരി. ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ അറ്റ് പ്രസൻറ്റ് ഈസ് 7:1. അതായത് ഫാദറിൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ ഏജ് 7:1 ആണ്. ആഫ്റ്റർ 4 years ദ റേഷ്യോ വിൽ ബിക്കം 4:1. 4 വർഷം കഴിയുമ്പോൾ ഇത് 4:1 ആവും. വാട്ട് ഈസ് ദ സം ഓഫ് ദ പ്രസൻറ്റ് ഏജസ് ഓഫ് ദ ഫാദർ ആൻഡ് സൺ? അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിന് കൂട്ടിയാൽ എന്താണ് കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സും പ്രത്യേകം കാണണം, എന്നിട്ടേ കൂട്ടാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് ദ ഫാദർ ആൻഡ് സൺ അറ്റ് പ്രസൻറ്റ്, ഇപ്പോഴത്തതാണ് 7:1. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പോഴത്തതാണെങ്കിൽ വേഗം നമുക്ക് എക്സ് എടുക്കാം. കഴിഞ്ഞ കണക്കിൽ നമ്മൾ പഴയതിനും നമ്മൾ എക്സ് എടുത്തിട്ടുണ്ട്,
അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി വേഗം നമ്മൾ മകൻ്റേത് എക്സും അച്ഛൻ്റേത് 7x എടുക്കും. ഓക്കെ, അപ്പോൾ സൺ ഈസ് ഈക്വൽ ടു എക്സ്, ഫാദർ ഈസ് ഈക്വൽ ടു 7x. കാരണം 1:7 7:1 എന്ന് പറഞ്ഞാൽ ഒരാളുടെ 7 ഇരട്ടിയാണെങ്കിൽ മറ്റേ ആളുടെ 1 ഇരട്ടിയാണ്. അപ്പോൾ ഒരാളുടെ എക്സ് മറ്റേ ആളുടെ 7x. ഇനി 4 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് 4 വയസ്സ് കൂടും, ഇയാൾക്കും 4 വയസ്സ് കൂടും. നമ്മൾ അറിയാം. ഈ സമയത്ത് ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 4:1 ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് തന്നെ എഴുതുകയാണ്. ആദ്യം അച്ഛൻ്റെ വയസ്സാണ് നമ്മൾ എഴുതുന്നത്, ബൈ മകൻ്റെ വയസ്സ് നമ്മൾ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/1. 4:1 ആണ്. ദെൻ 4/1 നിങ്ങൾ ഫ്രാക്ഷൻ പോലെ എഴുതുക, 4/1. ഇനി നമ്മൾ ഇതുകൊണ്ട് ഇതിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 കൊണ്ട് 7x + 4നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 1 ഈക്വൽ ടു 4 ഇൻറ്റു x + 4. എന്താ ചെയ്തത്? ഈ x + 4നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 4 കൊണ്ട് ഗുണിച്ചു. ഇനി 1 കൊണ്ട് ഗുണിക്കുകയാണ്. 7x + 4 ഈക്വൽ ടു 7x + 4 ഈസ് ഈക്വൽ ടു 4x + 16. 4x + 16 16 കിട്ടിയത് 4 കൊണ്ട് എക്സിന് ഗുണിച്ചു, 4 കൊണ്ട് 4നെ ഗുണിച്ചു. 7x - 4x എന്നാവും അല്ലേ? ഇവിടെ 7x ആദ്യമേ ഉണ്ട്, അവിടേക്ക് നമ്മൾ 4x വരികയാണ്. അപ്പോൾ -4x എന്നാവും ഈക്വൽ ടു 16. ഈ 4 ഇങ്ങോട്ടാണ് പോകുന്നത്, -4. 16 അവിടെ വലത്ത് ഭാഗത്തുണ്ട്, 4 അങ്ങോട്ട് ചെന്ന് മൈനസായി. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 3x = 12. ദെൻ x ഈക്വൽ ടു 4. ഓർക്കണം, x എന്ന് പറയുന്നത് മകൻ്റെ വയസ്സാണ് ഇപ്പോഴത്തെ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മളോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ? ഇപ്പോൾ മകൻ്റെ വയസ്സ് 4 ആണ്. ഓക്കെ, ഇത് മകൻ്റെ വയസ്സാണ്. ഇനി ഇത് മകൻ്റെ വയസ്സാണ്. ഇനി ഫാദറിൻ്റെ വയസ്സ് എത്രയാണ്? 7 ഇരട്ടിയാണ്. അപ്പോൾ 7 × 4 അപ്പോൾ 28 വയസ്സാണ് അച്ഛൻ്റെ വയസ്സ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മകൻ്റെ വയസ്സും ഫാദറിൻ്റെ വയസ്സും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 4 + 28. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 32. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 32 ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എക്സ് എടുത്തു, അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 7x ആണ്, 7x ആണ്, കാരണം 7 ഇരട്ടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 4 വർഷം കഴിഞ്ഞു, ഇയാൾക്കും 4 വർഷം കഴിഞ്ഞു. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതി എടുത്തു, 7x + 4/x + 4 ഈക്വൽ ടു 4/1. 4:1 എന്നുള്ളത് നമ്മൾ 4/1 എന്നാണ് എഴുതുക. ഇനി നമ്മൾ ക്രോസ് ഗുണിക്കുക, എന്നിട്ട് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 4 എന്ന് കിട്ടും. x 4 കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് 7 ഇരട്ടിയായിരുന്നു ആദ്യം. അപ്പോൾ നമുക്ക് 7 × 4 ചെയ്യാം. അപ്പോൾ 28 അച്ഛൻ്റെ വയസ്സ്. മകൻ്റെ വയസ്സ് 4, അച്ഛൻ്റെ വയസ്സ് 28. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 32 വയസ്സ് എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. A year ago, a father was 4 times his son's age. ഒരു വർഷം മുന്നേ, ഇപ്പോഴല്ല, ഒരു വർഷം മുന്നേ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്. ഇൻ 6 years, 6 വർഷം കഴിഞ്ഞപ്പോൾ ഹിസ് ഏജ് വിൽ ബി 9 more than twice his son's age. വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് വരുന്നത്, കൃത്യമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ? ഇപ്പോഴത്തെ വയസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എ ഇയർ എഗോ, ഒരു വർഷം മുന്നേ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്. 6 വർഷം കഴിഞ്ഞപ്പോൾ ഹിസ് ഏജ് വിൽ ബി 9 more, 9 കൂടുതലായിരിക്കും. ഏതിനേക്കാൾ? ട്വൈസ് ഹിസ് സൺസ് ഏജ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, ഇപ്പോഴത്തെ മകൻ്റെ വയസ്സിനെ നമ്മൾ എക്സ് ആണ് എടുക്കുന്നത്, അച്ഛൻ്റെ വയസ്സിനെ y എന്നും വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ മകൻ്റെ വയസ്സ് എക്സ്, ഫാദറിൻ്റെ വയസ്സ് y. ഇങ്ങനെ എടുക്കാനുള്ള കാരണം ഇപ്പോഴത്തെ ബന്ധം തന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നോക്കുന്നു, എ ഇയർ എഗോ, ഒരു വർഷം മുന്നേ മകൻ എന്തായിരിക്കും വയസ്സ്? x - 1 ആയിരിക്കും.
ഒരു വർഷം മുന്നേ ഇയാൾക്ക് എന്തായിരിക്കും വയസ്സ്? y-1 ആയിരിക്കും. അപ്പം എന്താ പറഞ്ഞ്? ഫാദർ വാസ് 4 times ഹിസ് സൺസ് ഏജ്. ഇതിനെ നിങ്ങൾ 4 കൊണ്ട് ഗുണിച്ചാലായിരിക്കും അന്നത്തെ അച്ഛൻ്റെ വയസ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഗുണിച്ച് നോക്കുന്നു. 4 × x 4x 4 × -1 -4 സമം y-1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഖ്യകളെ വലത്തോട്ട് കൊണ്ടുപോകുന്നു, ഈ y-നെ ഇപ്പുറത്തേക്കും കൊണ്ടുപോകുന്നു. 4x - y സമം -1 + 4. ഈ നേരത്തെ ഉണ്ടായിരുന്ന -4 ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ +4 ആയി മാറും. ഇവിടെയുള്ള -1 അതുപോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക 4x - y = 3 എന്നാണ് കിട്ടുക. ഇതിന് നമ്മൾ റിലേഷൻ 1 എന്ന് കൊടുക്കുന്നു. അതായത് 2 റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് റിലേഷൻ 1 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഈ ചോദ്യം ഒന്നും കൂടെ നമ്മൾ വായിക്കുന്നു. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 6 years 6 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്താവും? 9 more than twice his son's age. മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയേക്കാൾ 9 കൂടുതലാവും. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ വയസ്സ് x ആണ്. അതുകൊണ്ട് തന്നെ 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സ് x + 6 ആയിരിക്കും. അച്ഛൻ്റെ വയസ്സോ y + 6 ആയിരിക്കും. അതാണ് 6 വർഷം കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ ഇതിൻ്റെ 2 ഇരട്ടിയോട് 9 കൂട്ടിയതാണ് അച്ഛൻ്റെ വയസ്സ്. അതായത് മകൻ്റെ വയസ്സിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ × 2 + 9 9 കൂട്ടുകയും വേണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനി നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. 2 കൊണ്ട് എക്സിനെ ഗുണിക്കുന്നു, 2 കൊണ്ട് 6നെ ഗുണിക്കുന്നു. അപ്പോൾ എന്താ കിട്ടുക? 2x + 12 + 9 = y + 6. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് കൂട്ടുകയാണ്. 2x + 21 12 9 21 = y + 6. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 21നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, y ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക 2x - y = 6 - 21. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x - y = -15. 6 - 21 ചെയ്താൽ നമുക്കറിയാം 21ൽ നിന്ന് 6 കുറക്കണം, കൂടുതലുള്ളതിൻ്റെ സൈൻ ഇടണം. 21 ആണ് കൂടുതലുള്ളത്, അപ്പോൾ -15. ഇതിന് നമ്മൾ 2 എന്നും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് 2 റിലേഷനുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 4x - y = 3, രണ്ടാമത്തെ 2x - y = -15. ഇപ്പം 2 ഇക്വേഷനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷനുകൾ ഉപയോഗിച്ച് ഇത് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. 4x - y = 3. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 2x - y = -15. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ചിഹ്നങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണ്. അതായത് നമ്മളിതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 × ഇത്. അപ്പോൾ എന്താ കിട്ടുക? എല്ലാറ്റിനും മൈനസ് ചിഹ്നം വരും. -2x + y = 15 എന്ന് വരും. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെയും -y ഉണ്ട്, ഇവിടെയും -y ഉണ്ട്. ഒരു -y ക്യാൻസൽ ആവാൻ വേണ്ടി നമ്മൾ ചെയ്ത പണിയാണ് എന്ത് ചെയ്ത്? രണ്ടാമത്തെ ഇക്വേഷനെ ഒരു -1 കൊണ്ട് ഗുണിച്ചു. 2 സൈഡിലും ഗുണിച്ചു. അതായത് ഇടത് ഭാഗത്തും ഗുണിച്ചു, വലത് ഭാഗത്തും ഗുണിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, ചിഹ്നത്തെ മാറിയാലും വിലയ്ക്ക് യാതൊരു മാറ്റവും വരില്ല. ഇനി നമ്മൾ ഈ 2 ഇക്വേഷനുകളും കൂട്ടുകയാണ്. ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. 4x - y = 3. ഇനി ചിഹ്നം മാറ്റിയ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. -2x + y = 15. ഇതാണ് ചിഹ്നം മാറ്റിയത്. ഇനി ഇത് കൂട്ടുകയാണ്. ഇത് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? 4ൽ നിന്ന് 2 കുറക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ 2x, ഇവിടെ 0, ഇവിടെ എന്ത് കിട്ടും? 18 കിട്ടും. ദെൻ 2x = 18 എന്ന് കിട്ടും, x = 9 എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് മകൻ്റെ വയസ്സാണ്. നമ്മളത് ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കൂടെ നോക്കണം. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് 9 years ആണ്. ഇത് ഇപ്പം ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന്
ആദ്യം മുതലൊന്ന് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നേരിട്ട് ഇത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്, അത് 9 ആണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും കൂടെ വായിച്ച് നോക്കുക. 2 ഇക്വേഷൻ നമ്മളിവിടെ ഉണ്ടാക്കി. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്നെടുത്തു, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് വൈ എന്നെടുത്തു. എന്നിട്ട് നമ്മൾ ആലോചിച്ചു 4 വർഷം 1 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ x-1 ആ സമയത്ത് എന്തായിരുന്നു റിലേഷൻ എന്ന് ആലോചിച്ചു. അതേപോലെ തന്നെ 6 വർഷം കഴിഞ്ഞാൽ എന്തായിരുന്നു റിലേഷൻ എന്ന് ആലോചിച്ചു. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ കൂട്ടി ഏതെങ്കിലും ഒരു എക്സോ വൈയോ ഒഴിവാക്കുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.